ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണുവും ദാസപ്പനും പെണ്ണ് കാണാനായിട്ട് എത്തുന്നുണ്ട്. ഈ സമയം തുളസി പറയുകയാണ്, ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് സംസാരിക്കാമെന്ന്. വിഷ്ണു ആണെങ്കിൽ മീനാക്ഷിയെ കാണാനായിട്ട് ധൃതി കൂട്ടുകയാണ്. ദാസപ്പൻ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ഇപ്പം വരുമെന്ന്. അങ്ങനെ മീനുവും പ്രസന്നയും സ്നാക്സും ചായയുമായിട്ട് എത്തുകയാണ്. മീനാക്ഷിയാണെങ്കിൽ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്, വിഷ്ണു മീനാക്ഷിയെയും. എന്തായാലും രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാവുകയാണ് ഒറ്റനോട്ടത്തിൽ തന്നെ. ഈ സമയം മീനു ചായ ടീപ്പോയിൽ വയ്ക്കുന്നുണ്ട്. എന്താ മോളെ ഇങ്ങനെ ചെയ്തത്, ചായ എടുത്തു കൊടുക്കുന്നു പറയുകയാണ്. അങ്ങനെ ചായ എടുത്തു കൊടുക്കുന്നു. സ്ത്രീധനത്തിൻ്റെയും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. കുഞ്ഞുള്ള കാര്യവും തുളസീധരനെ സൂചിപ്പിക്കുന്നു. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ വളർത്തിക്കോളാം എന്ന് തുളസി പറയുമ്പോൾ, കുഞ്ഞ് അമ്മയോടൊപ്പമല്ലേ വളരേണ്ടത്, കുഞ്ഞ് വന്നോട്ടെ അമ്മയുടെ കൂടെ എന്നിങ്ങനെ പറയുമ്പോൾ മീനുവിന് സന്തോഷമാവുകയാണ്. പിന്നീട് ചെറുക്കനും പെണ്ണും സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ്. അങ്ങനെ ദാസപ്പൻ ചോദിക്കുന്നുണ്ട് തുളസീധരനോട്, എങ്ങനെയുണ്ട്, ചെറുക്കന് ഇഷ്ടമായോ, കാണാൻ യോഗ്യനാണ്, പിന്നെ സ്ത്രീധനത്തിൻ്റെ കാര്യങ്ങളൊക്കെയോ, ഈ കാറ് തന്നെ കാണുമ്പോൾ പേടിയാവുന്നു, അത്രയ്ക്കും ഇട്ടുമുടാൻ പൈസയുള്ളവരാണല്ലോ എന്ന് തുളസി പറയുമ്പോൾ, സ്ത്രീധനം വേണ്ടെന്നാണ് മേഡം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മേഡത്തിന് ചേട്ടൻ്റെ മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ മുഖസ്തുതി പറയുന്ന ആളെന്നല്ല, ഉള്ളതുള്ളതുപോലെ പറയുന്ന കൂട്ടത്തിലാണ് രാജലക്ഷ്മി മേഡം എന്ന് പറയുന്നു. ഈ സമയം തുളസി പറയുകയാണ്, എന്തായാലും എൻ്റെ മോളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, അവൾക്ക് വേണ്ടത് ഞാൻ കൊടുത്തേക്കുമെന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചേട്ടൻ തറവാടിയാണെന്ന്. ഈ സമയം അകത്താണെങ്കിൽ മീനാക്ഷിയും വിഷ്ണുവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ചോദിക്കുന്നുണ്ട് മീനാക്ഷിക്ക് എന്നെ ഇഷ്ടമായോ എന്ന്. എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ലെന്ന് മീനാക്ഷി പറയുന്നു. പിന്നീട് കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ഇവിടെയുള്ള ആരും ഈ കഥ വിശ്വസിച്ചിട്ടില്ല, എല്ലാവരും കെട്ടുകഥയാണെന്നും ഉണ്ടാക്കി പറയുന്ന കഥയാണെന്നൊക്കെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. സറോഗസി അത് നാട്ടുപുറത്തുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, ആർക്കും അത്ര വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, പക്ഷേ മീനാക്ഷി പറയുന്ന കഥ എനിക്ക് മനസ്സിലാവും, ഞാൻ വിശ്വസിച്ചു എന്ന്. പിന്നെ മീനാക്ഷി പറയുന്നത് വിശ്വസിക്കാതിരിക്കാതെ കഴിയില്ല, കാരണം മീനാക്ഷി അത്രത്തോളം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് ആ മുഖം നോക്കിയാൽ അറിയാം. നല്ല അന്തസ്സായി തന്നെയാണ് സംസാരിക്കുന്നതെന്നും വിഷ്ണു പറയുന്നു. അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്, കുഞ്ഞിനെ പിരിഞ്ഞൊരിക്കലും മീനാക്ഷിക്ക് ഇരിക്കേണ്ട അവസ്ഥ വരില്ല, കുഞ്ഞിനെയും ഞങ്ങൾ ഏറ്റെടുക്കും, കാരണം കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അമ്മ അനാഥാലയത്തിലേക്കും മറ്റുമൊക്കെ തന്നെ ഒരുപാട് സംഭാവനകൾ ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്ക് അത് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുകയാണ്. അവൾ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് അനാഥയല്ലെന്ന്. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മീനു എന്ന് പറയുന്നു. മീനു എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, സോറി കേട്ടോ, തൻ്റെ അച്ഛൻ അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടു, എന്നെ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, ഇഷ്ടത്തോടെ വിളിക്കുന്നത് എന്നും ഞാൻ സ്വീകരിക്കുമെന്ന് മീനാക്ഷി പറയുകയാണ്. എങ്കിൽ പിന്നെ അധികം സംസാരിക്കുന്നില്ല, മീനാക്ഷി തീരുമാനിച്ച് ഇഷ്ടമാണോ അല്ലയോ എന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ ദാസപ്പേട്ടനോട് പറഞ്ഞോളും, എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ് അറിയിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും സംസാരിച്ച് പിരിയുകയാണ്. പിന്നീട് ദാസപ്പൻ്റെയും തുളസിയുടെയും അരികിലേക്ക് വിഷ്ണു എത്തുന്നുണ്ട്. അങ്ങനെ വിഷ്ണുവിനെ കാണുമ്പോൾ തുളസിയും ദാസപ്പനും ചോദിക്കുന്നുണ്ട്, മോളെ ഇഷ്ടപ്പെട്ടോ എന്ന്. ഇഷ്ടക്കേടൊന്നുമില്ല, ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മീനാക്ഷിയെ ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകും, എനിക്ക് ഒത്തിരി ഇഷ്ടമായി, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞോളാം, മീനാക്ഷി എന്നോട് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ പെൺപിള്ളേരല്ലേ മുഖത്ത് നോക്കിയൊന്നും പറയില്ല, ചേട്ടൻ അറിയിച്ചാൽ മതി എന്നിങ്ങനെ തുളസിയോട് പറയുന്നു. പോയിട്ട് കാര്യമുണ്ട്, ഞാൻ വേഗം ചെല്ലണമെന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ, ശരി ഇനി നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് തുളസിയാണെങ്കിൽ അവരെ യാത്രയയക്കുകയാണ്. അങ്ങനെ സമയം രാത്രി. മീനാക്ഷിയാണെങ്കിൽ മഞ്ജുമയെ വിളിക്കുകയാണ്. മഞ്ജുമ ഫോൺ എടുക്കുന്നുണ്ട്. ചേച്ചി പറയേ, എന്താടി നീ പഠിത്തത്തിലായിരുന്നു? അല്ല ചേച്ചി, നന്നായിട്ടൊന്ന് ഉറങ്ങി, പിന്നെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അത് വാഷ് ചെയ്തിട്ടെന്ന് പറയുന്നു. എന്തായി ചേച്ചി, പെണ്ണുകാണൽ ചടങ്ങൊക്കെ? പതിവ് പോലെ തന്നെ ചായ കൊണ്ട് കൊടുക്കുന്നു, പിന്നെ ചെറുക്കനും പെണ്ണും സംസാരിക്കുന്നതോ, എന്നിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആളെ? എനിക്ക് ഇഷ്ടക്കേടൊന്നും തോന്നിയില്ല, പക്ഷേ എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ. എന്താ ചേച്ചി, അതെന്താ ഇപ്പം അങ്ങനെ പറയാൻ? എടി, ഞാനിങ്ങനെ സറോഗേറ്റ് മദറാണെന്നറിയാം, പിന്നെ ആ ചെറുക്കനെക്കുറിച്ച് കേട്ടിടത്തോളം വലിയ ബിസിനസ്മാനാണ്, ഇട്ടുമുടാനുള്ള പണമുണ്ട്, ബംഗ്ലാവ് പോലെ ഒരു വീട്, എല്ലാം കൊണ്ടും ഒരുപാട് നല്ല ആലോചന കിട്ടാവുന്ന ചെറുക്കനാണ്. എന്തുകൊണ്ടാണ് ഈ സറോഗേറ്റ് മദറായിട്ടുള്ള എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഏറ്റെടുക്കാമെന്നും എന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു വന്നത്? അതിലെന്തോ ഒരു ദുരൂഹത, എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ട് അയാൾക്കുണ്ടാവണം, ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്നത്. ശരിയാണ് ചേച്ചി, എന്തൊക്കെയോ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യേ ചേച്ചി, വേഗം തന്നെ ഈ കാര്യം അച്ഛനോട് പറയും, എന്നിട്ട് ഡീപ്പായി തന്നെ ഒന്ന് ആലോചിക്കാൻ പറയും, അങ്ങനെ അന്വേഷിക്കാൻ പറയാനായിട്ട് മഞ്ജുമ്മ പറയുകയാണ്. ഞാൻ അച്ഛനോടത് പറഞ്ഞു നോക്കട്ടെ. അപ്പോൾ ശരിയടി, നീ ചെന്ന് കിടന്നുറങ്ങാൻ നോക്കെന്ന് പറഞ്ഞ് രണ്ടാളും ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ തുളസിയും പ്രസന്നയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രസന്ന പറയുന്നുണ്ട്, ഈ ഒരു ആലോചന നമ്മുടെ മോളുടെ ഭാഗ്യമാണല്ലേ, അവൾ ഒരുപാട് നന്മകൾ ചെയ്തതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു ആലോചന വന്നത്. പിന്നീട് അവർ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തുളസി പറയുകയാണ്, ആടി, എനിക്ക് ഇപ്പോൾ ഇത്തിരി സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, നമ്മുടെ മീനുവിനൊരു ജീവിതമായല്ലോ, എന്തായാലും അവരും നമ്മുടെ മോളെ അല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കുഞ്ഞിനെ അടക്കം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ
അങ്ങനെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അവിടേക്ക് മീനാക്ഷി വരികയാണ്. അച്ഛ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? ഇഷ്ടമായി എന്നാണോ? അല്ല, എനിക്ക് ആ ചെറുക്കന് ഇഷ്ടക്കേടൊന്നും തോന്നിയിട്ടില്ല, എനിക്കിഷ്ടമായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ധനികനായിട്ടും എന്നെപ്പോലൊരു പെണ്ണിനെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാകുന്നത്? ഞാനൊരു അമ്മയല്ലേ, എൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവർ എന്തിനാ എന്നെ തന്നെ മതിയെന്ന് പറഞ്ഞു വന്നത്? ദാസേട്ടന് എന്നെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ആദ്യം തന്നെ അറിയാം. അതുകൊണ്ട് അറിയാതെ വന്നതൊന്നല്ല. എന്തോ ഒരു ദുരൂഹത തോന്നുന്ന അച്ഛാ. പിന്നെ ഇളയതിനും മൂത്തതുങ്ങളെ പോലെ പ്രസവിക്കാൻ ഒരു പെണ്ണിനെ ഗർഭം ധരിപ്പിക്കാനുള്ള കഴിവില്ലാതെ ഉള്ളതായിരിക്കുമോ? എന്തായാലും ഒരു മെഡിക്കൽ ചെക്കപ്പ് എടുക്കാനായിട്ട് പറയച്ചാ. എനിക്ക് എന്തൊക്കെയോ മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെന്ന് മീനാക്ഷി പറയുന്നു. അങ്ങനെ പ്രസന്നയും തുളസിയും അതിനെക്കുറിച്ച് ഡീപ്പായി തന്നെ ചിന്തിക്കുകയാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടെ നിന്നും പോകുന്നുണ്ട്. പ്രസന്നയും ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. പ്രസന്ന പറയുന്നുണ്ട്, ശരിയാണ് മീനു പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യേ, എത്രയും പെട്ടെന്ന് ദാസപ്പനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കുക, എന്നിട്ട് മതി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാരണം നമ്മുടെ മോളുടെ ഭാവിയുടെ കാര്യമാണെന്ന് പറയുമ്പോൾ തുളസിയും അത് സമ്മതിക്കുന്നു. അങ്ങനെ മീനുവാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം തുളസിയാണെങ്കിൽ സ്ഥലത്തിനും മറ്റും കാര്യങ്ങളായിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസന്ന അങ്ങോട്ട് വരുന്നുണ്ട്. പ്രസന്ന തുളസീധരനോട് ചോദിക്കുകയാണ്, അതെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? ആ ചെറുക്കൻ്റെ വീട്ടുകാരനെ കുറിച്ച് അന്വേഷിച്ചോ? അത് ഞാൻ ആ ദാസപ്പനോട് പറഞ്ഞിട്ടുണ്ടടി. ദാസപ്പൻ അന്വേഷിച്ചാൽ മതിയോ? അയാളൊരു ബ്രോക്കറല്ലേ, കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് വേണമെങ്കിലും പറയും. പക്ഷെ നമ്മുടെ മോളുടെ കാര്യമല്ലേ, കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിലോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ തുളസീധരൻ പറയുന്നു, എടി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തിലൊന്നല്ല. പിന്നെ അങ്ങനെയാണെങ്കിലും ഇവിടുന്ന് ആ കുഞ്ഞെന്നുള്ള നാശം ഒഴിഞ്ഞു കിട്ടുമല്ലോ. മീനാക്ഷി പോകുമ്പോൾ കുഞ്ഞിനെയും കൂടെ കൂട്ടാമെന്നല്ലേ പറഞ്ഞത്? ഇത് കേട്ട് മീനാക്ഷിക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. നാശം എന്നുള്ള ഒരു വിളി അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. രണ്ടും കൽപ്പിച്ച് മീനാക്ഷിയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് പുറത്തേക്ക് വരികയാണ്. ആരാ അച്ഛാ ഇവിടുത്തെ നാശം? എൻ്റെ കുഞ്ഞാണോ? എപ്പോഴും എന്തിനാ അച്ഛാ അതിനിങ്ങനെ ശാപവാക്കുകൾ കൊണ്ട് മൂടുന്നത്? അത് അച്ഛൻ എന്ത് ചെയ്തു? അതിങ്ങനെ ജീവനോടുള്ളത് കൊണ്ടാണ് അച്ഛനും അച്ഛൻ്റെ ഭാര്യയും മക്കളും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അച്ഛൻ അങ്ങനെ പറയാനെങ്കിലും ജീവൻ കിട്ടിയതേ ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിയോട് ഒന്നും പറയാനാവാതെ തുളസീധരനാണെങ്കിൽ കുറ്റബോധത്തോടു കൂടിയിട്ട് നോക്കുന്നു. അങ്ങനെ പ്രസന്ന പറയുന്നുണ്ട്, ഇടി, നീ എന്തൊക്കെയാണ് പറയുന്നത്? അച്ഛനോടാണ് നീ സംസാരിക്കുന്നത്. ആ ബോധം വേണം. അമ്മേ, അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും അമ്മയും കേൾക്കുന്നതല്ലേ? എന്നിട്ട് അമ്മ ഒരക്ഷരം അച്ഛനോട് ഇതുവരെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നഴ്സിംഗ് പഠിക്കാനായിട്ട് മോള് പോയിട്ടുണ്ട്. അവിടേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന സമയത്തേ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പിശുക്കും കാണിക്കാതെ അയച്ചു കൊടുക്കാനായിട്ട്. കാരണം അവൾക്കവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേന്ന്. ഈ അയച്ചു കൊടുക്കാനുള്ള പൈസയൊക്കെ ആരാ അമ്മയ്ക്കൊക്കെ തന്നത്? ആ കിടക്കുന്ന എൻ്റെ പിഞ്ചോമന കാരണം കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. എന്നിട്ട് അതിനെ പറയാത്ത വാക്കുകളില്ല. ഒരിക്കലെങ്കിലും അച്ഛൻ ആ കുഞ്ഞിൻ്റെ സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടോ? ഇല്ല. നാശം, ശാപം, അങ്ങനെയൊക്കെ പറഞ്ഞ് എത്രത്തോളം എൻ്റെ മോളെ വേദനിപ്പിച്ചിട്ടുണ്ട്. പാപം, അതിലൊന്നും അറിയില്ല. അതുകൊണ്ട് അത് വേദന എന്താണെന്ന് അറിയുന്നില്ല. പക്ഷേ അമ്മയായിട്ടുള്ള എനിക്ക് അതൊന്നും കേട്ട് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ, എടി മീനാക്ഷി, നിൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞാട്ടനല്ലേ കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ, ഓ, നിൻ്റെ കുഞ്ഞല്ലേ, അമ്മയ്ക്കും അതൊരു ശല്യമായി മാറിക്കഴിഞ്ഞല്ലേ. എന്തായാലും നിങ്ങൾ ഈ ചെയ്യുന്നതും പറയുന്നതൊന്നും തന്നെ ശരിയല്ല എന്നങ്ങനെ മീനാക്ഷി പറയുന്നു. അതിന് ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. ആ കുഞ്ഞ് ധനികരമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് പോയ സുഖസൗകര്യങ്ങളോട് ജീവിച്ചു പോകുമല്ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. അങ്ങനെ തുളസീധരൻ പറയാണ്, അച്ഛൻ എത്ര പെട്ടെന്നാണ് വാക്കുകൾ മാറ്റുന്നത്? ഒരിക്കലുമില്ല. അച്ഛൻ ആ കുഞ്ഞിനെ തീരെ ഇഷ്ടമല്ല എന്നൊക്കെ മീനാക്ഷി പറയുന്നു. അങ്ങനെ തുളസീധരനുമായിട്ട് വഴക്കിട്ട് നിൽക്കുന്ന മീനാക്ഷിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിളിയൻ എപ്പിസോഡിനായിട്ട്.